ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ. ഗൈസ് നമ്മൾ ഇവിടെ കാണുന്ന ഈ സ്ഥലം കണ്ടോ? വെയിറ്റ്, ഈ സ്ഥലം കണ്ടോ? ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇത് നമ്മളെ ഫാക്ടറീൻ്റെ ഏരിയ ഞാൻ ഫുള്ള് നമ്മുടെ സിൽക്ക് ടച്ച് കിട്ടിയിട്ട് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായി. നമ്മുടെ അങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡിങ് ഹാളിൽ കിട്ടിയിട്ടുണ്ടായി. ആ സിൽക്ക് ടച്ച് വെച്ചുകൊണ്ട് ഞാൻ സ്റ്റോൺ മൈൻ ചെയ്ത് ഞാൻ മറ്റേ അതിൻ്റെ പേരെന്ത് സ്റ്റോൺ ബ്രിക്ക് അത് കണ്ടുപിടിച്ചിട്ട് അതുണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ ഫുൾ അത് വെച്ചിട്ടാ. ഇതെന്താ പിന്നെ സ്റ്റോൺ ബ്രേക്കിൻ്റെ ഇതൊക്കെ വെച്ചൊരു വാളൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ നമ്മളൊരു ഗേറ്റ് ഉണ്ട്. ഇത് നോക്കി ഇതെന്താ പോകണല്ലോ കേട്ടോ. ഇത് ഗൈസ് ഇത് നമ്മുടെ ഒരു ഗേറ്റാണ് ഗൈസ്. ഇത് ഇവിടെ വരുമ്പോൾ ഭയങ്കര പച്ചപ്പുള്ള ഏരിയയാണ്. ഇവിടെ പച്ചപ്പുള്ള ഏരിയയാണ്. പിന്നെ ഞാൻ അയൺ ഫാം ഉണ്ടാക്കി. അയൺ ഫാം ഇവിടെയല്ല. അയൺ ഫാം എന്ന് പറയുമ്പോൾ അതേ ഏറ്റവും അവിടെയാണ്. കാരണം ഈ ഫാം ചെറുതായിട്ട് ലാഗടിക്കുന്ന ഫാമാണ്. ആ പൂച്ചയെ കഴിയാത്ത തോന്നാണ് കേട്ടോ ആ പൂച്ച. ഓക്കെ, ഇവിടെ നമ്മുടെ ഫാം അതെ. ഇതാണ് നമ്മുടെ ഫാം. ഒരു സെറ്റപ്പ് ഫാം തന്നെയാണ് ഈ ഫാമിന്. ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഉണ്ടായിരുന്നു. കുറേ ഇതിനകത്ത് തന്നെ കളിക്കണമായിരുന്നു. ഇതിപ്പോൾ ഇത്രയും സ്റ്റാക്ക് അയൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഓഫാണ് തോന്നുന്നു. ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇതുണ്ട. പിന്നെ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് വൂള് ഉണ്ടാക്കാം. വൂളില്ലേ, വൂൾ ഫാം ഉണ്ടാക്കാൻ പോലെയാണ്. വൂൾ ഫാം ഉണ്ടാക്കാൻ പോലെയാണെങ്കിൽ ഓക്കെ. ഇനി നമുക്ക് വെയിറ്റ് ഞാനൊരു ഇത് പിന്നെ എനിക്ക് ട്യൂട്ടോറിയൽ ചെയ്യാറുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. നമുക്ക് 16 ഷീപ്പ് വേണം. 16 ഷീപ്പ്. ഓക്കെ, ഞാൻ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. നമ്മുടെ ഐറ്റംസൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. അതിനകത്ത് നോട്ട് ബ്ലോക്ക് വേണം. നോട്ട് ബ്ലോക്ക് എങ്ങനെ ഉണ്ടാക്കണം ഗൈസ്? നോക്കട്ടെ. അയ്യോ, ഫുഡില്ല. ഫുഡ് അയ്യോ, ഫുഡ് നമ്മുടെ പിന്നെ ഇത് കണ്ട നമ്മുടെ പ്രൊജക്ട് ബോർഡ്. ഇപ്പോൾ ആകെ 2 ഫാമുള്ളൂ. ഇത് 2 എണ്ണം ചെയ്തിട്ടുള്ളൂ. നമുക്കിനി വൂൾ ഫാം എഴുതിയിടാം. ഓക്കെ ഗൈസ്, വൂൾ ഫാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കളർ ചെയ്യാൻ പറ്റില്ലോ. നമ്മുടെ ഇതില്ല. നോട്ട് ബ്ലോക്ക് നമ്മുടെ നോട്ട് ബ്ലോക്ക് അങ്ങനെ ഉണ്ടാക്കും. നോക്കട്ടെ. നോട്ട് ബ്ലോക്ക് വേണ്ടി നമുക്ക് വേറെ ഏതെങ്കിലും ഇത് നോക്കണം. നോട്ട് ബ്ലോക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ സിമ്പിളി റെസ്റ്റോൺ വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. നമ്മുടെ റെസ്റ്റോറോടെ റെസ്റ്റോൺ പെട്ടി കയറിയിരിക്കുന്നത്. റെസ്റ്റോൺ 6 ഉണ്ട്. നമുക്കിപ്പോൾ 8 കോബ്ലസ്റ്റോൺ വേണം. അപ്പോൾ ഒരു 2 റെസ്റ്റോൺ വാങ്ങണം. ഗൈസ്, ഞാനെന്നാൽ ഗ്യാദർ ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഗ്യാദർ ചെയ്തിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞു തന്നത് ഇത് ഇവിടെ കണ്ട ഒരു പച്ച സ്ഥലം, ഒരു പച്ച ലൈവ് സ്ഥലം. പക്ഷെ ഇങ്ങോട്ട് വരൂലേ നമ്മുടെ എന്തായിരുന്നു ഫാം ഏരിയയിലോട്ട് വരുമ്പോൾ അത് കണ്ട ഫുള്ള് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ അല്ല, അങ്ങനെയൊക്കെ പറയാം. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി ഗൈസ്. ഇങ്ങനെ ആക്കി. പിന്നെന്ന് പറയുമ്പോൾ ആർമറിനൊന്നുമില്ല. ഓക്കെ, നമുക്ക് മുകളിലോട്ട് പോവാം ഗൈസ്. ഇതൊന്നും അടിച്ചല്ല കേട്ടോ, മറ്റേ ക്രിയേറ്റീവിൽ അടിച്ചൊന്നുമല്ല കേട്ടോ. അത് നമ്മുടെ ഇതിനകത്ത് കണ്ടാണ്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അടിച്ചില്ലേ ഗൈസ്. പിന്നെ വേറൊരു പ്രശ്നം കൂടി വരുന്നുണ്ട്. നമുക്ക് 16 ജാക്കോലാൻഡും വേണം. പിന്നെ 5 അയൺ ബ്ലോക്കും ഹണി ബ്ലോക്കും വേണം. ഹണി ബ്ലോക്ക് ഞാനിപ്പോൾ അങ്ങനെ ഒപ്പിക്കും. ഇത് കുറേ സമയം എടുക്കും ഗൈസ്. ഞാൻ പറയാം എന്തൊക്കെ വേണ്ടത്. ഒരു 417 ഗ്ലാസ് വേണം. പിന്നെ 9 ബിൽഡിംഗ് ബ്ലോക്കും വേണം. പിന്നെ 200 ഗ്ലാസ് ബ്ലോക്കും വേണം. പിന്നെ 64
ടെമ്പ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നെതറൈറ്റ് ബ്ലോക്ക് ആണെന്ന് ടെമ്പ് എന്നാണ് അതിനകത്ത് കൊടുത്തേക്കണം. നെതറൈറ്റ് ബ്ലോക്കിൻ്റെ ഇതുണ്ട്. പിന്നെ 8 സ്റ്റിക്കി പിസ്റ്റൺ, പിന്നെ 1 പിസ്റ്റൺ, പിന്നെ 8 ഡിസ്പെൻസർ, പിന്നെ 10 ഡ്രോപ്പർ. പിന്നെ ഞാനേ നമ്മുടെ ഫ്രീ ക്യാം ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഇത്രയും ഐറ്റംസ് നമുക്ക് വേണം. അത് ഞാൻ പറഞ്ഞാൽ 417 ഗ്ലാസ്, പിന്നെ 9 ബിൽഡിംഗ് ബ്ലോക്ക്, പിന്നെ ഒരു 200 ഗ്ലാസ് ബ്ലോക്ക്. ഇത് 200 എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ 64 ടെം ബ്ലോക്ക്, പിന്നെ 8 സ്റ്റിക്കി പിസ്റ്റൺ, പിന്നെ 1 പിസ്റ്റൺ, പിന്നെ 8 ഡിസ്പെൻസർ, പിന്നെ 10 ഡോപ്പർ, പിന്നെ 8 ഫെൻസ്, പിന്നെ 114 ഷെയർ. അത് കുഴപ്പമില്ല. നമ്മുടെ ഇതുണ്ട്, അയൺ ഫാം ഉണ്ട്, 2 വാട്ടർ ബക്കറ്റ്, പിന്നെ 2 ലിവർ, പിന്നെ 15 പവർ റെയില്, പിന്നെ 16 ചാക്കോലാൻഡ്. നമുക്ക് ഏറ്റവും പാട് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഏറ്റവും പാടെന്ന് പറഞ്ഞത് ഇതും ഞാൻ തൊട്ട് കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും പാടുന്നത് ഈ ജാക്കോലാൻഡനും പിന്നെ നമ്മളെ ഹണി ബ്ലോക്കും ഉണ്ടോ. പിന്നെന്ന് പറയുമ്പോൾ പിന്നെന്ന് പാടായിട്ട് വന്നത് വരാനായിട്ട് എന്ന് പറയുമ്പോൾ നോട്ട് ബ്ലോക്ക് സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് നോട്ട് ബ്ലോക്ക് ചെറുതായിട്ട് സിമ്പിളാണ്. വെയിറ്റ്, നമുക്കിപ്പോൾ പാടായിട്ട് വന്നത് എന്ന് പറയുമ്പോൾ ഇതും പിന്നെ ഇതുമാണ് ഇത് അടിയത്ത. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് പാടായിട്ടുള്ളത്. പിന്നെ 8 നോട്ട് ബ്ലോക്കും, പിന്നെ 16 ട്രാപ്പ് ഡോർ, പിന്നെ 13 ഹോപ്പർ, പിന്നെ 2 ചെസ്റ്റ്, പിന്നെ 16 ഷീപ്പ്. ഇത് ഇത്തിരി പാടാണ്. 1 ലീഡും. നമുക്ക് ഈ കാര്യം ചെയ്താലേ ഗൈസ്, വേറെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ ഉണ്ടാകും നോക്കട്ടെ. എനിക്കിവിടെ അറിയാവുന്നൊരു ഫാമുണ്ട്, നമുക്കതൊന്നും ഉണ്ടാക്കി നോക്കിയില്ലെന്നാ. അതൊന്നും ഉണ്ടാക്കി നോക്കാം. സിമ്പിൾ ഫാം നമ്മുടെ. പക്ഷെ ഇത് നല്ലോണം മറക്കിയെന്നാണ് പുള്ളി പറയണത്. ഇത് കാര്യം ചെയ്യാം. ഇത് ക്രിയേറ്റീവ് ഉണ്ടാക്കി നോക്കിയില്ല. ഉണ്ടായിട്ട് നമ്മുടെ ഫാർം വേൾഡിലല്ല കേട്ടോ, വേറൊരു വേൾഡ് തുടങ്ങിയിട്ട് അതിനകത്ത് ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെ നോക്കുമെന്ന് നോക്കാം. പക്ഷെ ഇത് ഇത്രയും ഐറ്റംസ് വേണം. ഒന്നാമത്തെ പാടെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളെ ജോക്കോലാൻഡ്, പിന്നെ നമ്മളെ ഹണി ബ്ലോക്ക്, പിന്നെ 16 ഷീപ്പ്. അത് നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് എടുക്കും. പിന്നെ നോട്ട് ബ്ലോക്ക്. ഒരു കാര്യം ചെയ്യുക, ഇത്രയും പാടുള്ള ടാസ്ക്കാണ്. നമുക്ക് വേറെ ട്യൂട്ടോറിയൽ എങ്ങനെയാ നോക്കട്ടെ, ഞാനിപ്പോൾ വരാം. പിന്നെ രണ്ടാമത് വന്നത് നമ്മുടെ ഇത് കണ്ട ഈ ട്യൂട്ടോറിയലുണ്ട്. ഇത് നോക്കേണ്ടത് ഞാൻ വായിച്ചിട്ടാണ്. ചാനലൊന്നും ഞാൻ കാണിക്കില്ല. ചാനൽ കാണണമെന്ന് വിചാരിക്കുന്നു. അതും കാണിക്കില്ല, ഇതിൻ്റെ ചാനലൊന്നും കാണിക്കില്ല. ഞാൻ കറക്റ്റ് അവിടെ വരച്ചേക്കണേ. ഇത് ചാനൽ ഇടക്കാണുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കൊന്നും കാര്യം ചെയ്യാം. ഈ ട്യൂട്ടോറിയൽ തുടങ്ങാം. ഈ ട്യൂട്ടോറിയൽ ഇത് നോക്കരുത്. ഇതൊന്നുമല്ല എൻ്റെ ചാനൽ. വെയിറ്റ്, എൻ്റെ ചാനൽ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ TV ആണ് ഇത്. ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ ആണ്. ഇയാളെ ഞാൻ ചാനലിൽ ഇപ്പോൾ കാണിക്കും. കോപ്പറേറ്റ് സോറി അടുത്ത് ഈ ചാനലിലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ മതി ഗൈസ്. അവിടെ നമ്മളെ പോണം. ഈ ചാനലിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഇൻട്രോ കണ്ടോട്ടോ, ഇൻട്രോ കണ്ടോട്ടോ. അയ്യോ ഭാഗമായി, അയ്യോ എൻ്റെ ഭാഷ. അടിച്ചു പോയി ഗൈസ് ഇൻട്രോ. നമ്മുടെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അയ്യോ ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് നമുക്ക് ഒരേ കളർ തന്നെയാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്യണത്. ഒരേ കളർ, അത് വൈറ്റ് വൂള് അന്നമാരെയാണ് ഞാൻ ചൂസ് ചെയ്യണത്. കാരണം അത് മതി. വേറെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ
ഡൈയും കണ്ടുപിടിക്കണം. അവിടെ ഫാൽക്കണിൻ്റെ ബെഡുണ്ടോ, അതിൻ്റെ ഇതും കണ്ടുപിടിക്കണം. നമുക്ക് അന്ന് കിട്ടിയ ഒരു ലീശുണ്ട്, അത് എടുത്തുകൊണ്ട് നേരെ നമുക്ക് ഇത് ഷീപ്പ് ഇപ്പോൾ 2 കിട്ടി. ഇത് എടാ എന്നെ അടിക്കല്ലേ, കിടന്നു തുടങ്ങിയാലോ. ഓക്കെ, 2 അവിടെ നിൽക്കുന്നുണ്ട്. ആ മരം പിടിച്ചുകൊണ്ട് പോവാ, പിടിച്ച് കെട്ടിയതാ. ഒരു 5 എണ്ണത്തിൻ്റെ നമുക്ക് ഒപ്പിക്കാം. 5 എണ്ണത്തിൻ്റെ ഫാമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 5 എണ്ണത്തിൻ്റെ ഫാമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മളാ 5 ലീശ് ഇത് ഇവിടെ അല്ലേ? അല്ല, അപ്പോൾ ലീശ് അവിടെ പോയി. 5 എണ്ണത്തിന് ഒരുമിച്ച് കിട്ടിയിരുന്നു. ഒരു ഫാൻസ് 5 ഫാൻസ് നമുക്ക് ഒരു ലീശുള്ളൂ. 2 ലീശ് അതിൽ കാര്യം ചെയ്താൽ പോരെ. ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമാരെ കൊണ്ടുവന്ന് ഇട്ടാൽ പോരെ. ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമാരെ കൊണ്ടുപോയിട്ട് പിന്നെ നമുക്കൊരു കുറച്ച് ഗ്ലാസ് ഒപ്പിക്കണം. നമുക്ക് പുറത്തേക്ക് പോവാം. നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, ഇത് കണ്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് സാൻഡ് ഒപ്പിക്കണം. സാൻഡ് ഒപ്പിക്കാൻ പോട്ടെ. ഞാൻ സാൻഡ് ഒരു സ്റ്റാക്ക് സാൻഡ് ഞാൻ ഒപ്പിച്ചിട്ട് കാണാം. ബട്ട് നമുക്ക് അതിനെ കത്തിക്കാൻ കോളില്ലല്ലോ. ആ വുഡ് എടുത്ത് കത്തിക്കാം. ഓക്കെ ഗൈസ്, ഒരു സ്റ്റാക്ക് സാൻഡ് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഗൈസ്, നമുക്ക് 47 എണ്ണം ആയി. നമുക്കൊരു സ്റ്റാക്ക് വേണോ? ഒരു സ്റ്റാക്കൊക്കെ വേണോ നോക്കണം. ഇപ്പോൾ ഞാനങ്ങനെ പുറത്തിറങ്ങി ഒരു 50 എണ്ണം കിട്ടിയിട്ടുണ്ട്, അത് മതി. ഓക്കെ, ഇത് കൊണ്ടൊന്ന് സ്മെൽറ്റ് ചെയ്യണം. നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് ഡിസ്പെൻസർ ഉണ്ടാക്കണം. ഡിസ്പെൻസറിന് എന്തൊക്കെ വേണം നോക്കട്ടെ. ഒരു ബോ വേണമെന്ന് കണ്ടൊന്നുണ്ട്. ബോ ഉണ്ടാന്ന് പറഞ്ഞൂടാ. അന്നറിയാണ്ട് ഞാൻ ഫർണസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് 2 ഇത് ഉണ്ടാക്കിയായിരുന്നു. അന്ന് സ്കെൽട്ടനൊക്കെ ഒന്നില്ല, ഓർമ്മയുണ്ടെങ്കിൽ അന്ന് എന്തായിരുന്നു ഫർണസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോബിൾ സ്റ്റോണൊക്കെ എടുത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ പോയിപ്പോണി, ഞാൻ അറിയാണ്ട് മാറിപ്പോയി കുത്തി. നിങ്ങൾ കണ്ട അറിഞ്ഞൂടാ. 6ാമത്തെ എങ്ങാണ്ട് എപ്പിസോഡിലാണത്. നമുക്ക് പോയിട്ട് ഇതേ നമുക്ക് അപ്പോൾ ഒരു 50 എണ്ണം വേണം. ഈ 10 എണ്ണം കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 50 ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവനെടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഓക്കെ 50 എണ്ണം ഉണ്ട്. 50 ചെറിയ ബ്ലോസത്തിൻ്റെ വുഡ് നമുക്ക് കത്തിക്കാൻ വെക്കാം. നമുക്ക് ഈ ഫർണസിൽ തന്നെ വെക്കാം. ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. 21 എണ്ണം അതിനകത്ത് ആവട്ടെ. ഒരു 30 എണ്ണം നമുക്ക് എടുക്കാം. 30. ഓക്കെ, 30 നമുക്ക് കിട്ടുന്നു. അതൊന്ന് 30 കൊടുക്കട്ടെ. ഇത് കത്തിക്കാൻ നമുക്ക് അടിയിൽ ഇത് മാറ്റി. ഓക്കെ, ആ 2 സ്മെൽറ്റ് ആവട്ടെ. ഇത് നമുക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ഡിസ്പെൻസറിൽ പോവുകയാണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഒരു റെസ്റ്റോൺ അങ്ങനെ ആയിരിക്കും. റെസ്റ്റോൺ ആയിരിക്കും വേണ്ടത് ചിലപ്പോൾ. നമുക്ക് ഡിസ്പെൻസറിന് കുറച്ച് ഇതൊക്കെ കണ്ടേ. പറഞ്ഞില്ലേ, ഒരു ബോയും വേണം, റെസ്റ്റോറൻറ്റ് വേണം. ചടങ്ങ് നമുക്ക് നമ്മളെ ക്ലക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് അവനത് വാങ്ങാം.
ഇത് 64 സ്റ്റോൺ ഇരിപ്പുണ്ട്. ഇത് പെട്ടെന്ന് ഞാൻ വിചാരിക്കും ഇതാണ്. നമുക്ക് 64 റെസ്റ്റോൺ അല്ല, എമറാൾഡ് സോറി, അല്ല എമറാൾഡ്. അതായിരിക്കും. ഹലോ ബ്രോ, എനിക്കൊരു എത്ര സ്റ്റോൺ വേണം? കുറച്ച് അധികം വാങ്ങാം. ഓക്കെ, 24 ഇടിയാൻ പിടി. കുഴപ്പമില്ല. ബാക്കി 6 ഉണ്ട്. ഇപ്പോൾ 24, 26, 30 റെസ്റ്റോറൻറ്റ് ഇപ്പം ഉണ്ട്. അല്ലേ? ആണ്. അയ്യോ. ഓക്കെ. പിന്നെ നമ്മളെ സിൽക്ക് ടച്ച് പിക്കാസിൻ്റെ പേരുണ്ടോ? ഡയറി മിൽക്ക് സിൽക്ക്. അയ്യോടാ, ഡയറി മിൽക്ക് സിൽക്ക്. നമുക്ക് ഇപ്പോൾ പോയിട്ട് അല്ല, ബോ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യും? ബ്രോ സ്ട്രിങ് വെച്ചുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ബ്രോ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ബോ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ആദ്യം ഒരു സ്റ്റാക്ക് ഇത്ര എടുത്തിട്ട് നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു ഇത് കണ്ട് അതിന് ബോ അടിക്കോട്ടെ. ഇനി ഇതിനകത്ത് തറച്ചാണ് 3 സ്റ്റിക്ക് 3 ഇത്, 3 സ്റ്റിക്ക് 3 ഇത്, 3 8 ഊള് കൊണ്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ട മൈൻക്രാഫ്റ്റ് ഇതയോ, മൈൻക്രാഫ്റ്റ് സ്ട്രിങ് കാര്യം ഉണ്ടാക്കണേ അടിച്ചോട്ടെ. ഇപ്പോൾ ഇയാൾ കണ്ടേ അല്ലെങ്കിൽ ആയോ മാറി. സ്ട്രിങ് എവിടെ ഉണ്ടാക്കാൻ പറ്റൂലേ? ഇങ്ങനെയാണോ സ്ട്രിങ്? ഇതിൻ്റെ പേര് നിന്നോ? ഒരു കാര്യം മനസ്സിലായി, സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രിങ് സ്പെല്ലിങ്ങൊക്കെ കറക്റ്റാണ്. അപ്പം അത് ജാവ എഡിഷനിൽ മാത്രമാണ് ഉണ്ടാക്കണത്. സ്ട്രിങ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിലാണ്ട നോർമൽ വെച്ചാൽ പറ്റൂല. അപ്പം പെട്ട് ഉറപ്പായിട്ടും പെട്ട്. ചിലപ്പോൾ ആനിമേ ഡ്രോപ്പ് ചെയ്ത് അപ്പം അതുണ്ടെങ്കിൽ ഇന്നത്തെ എവിടെ ഞാൻ കുറച്ച് സ്ട്രിങ് വെച്ചിട്ടില്ല. നമുക്ക് ഡ്രാഗണെ കൊല്ലാൻ പോകണം, പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് കുറേ ബോണിരിപ്പുണ്ട്. ഇതൊക്കെ അവിടെ ഇതിനകത്ത് ഉണ്ടായതാ. ഇതിനെ തുറന്നു പറ്റില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിൽ ബോണില്ല, സ്ട്രിങ്ങില്ല. സ്ട്രിങ്ങില്ലാണ്ട് 8 ഉണ്ടാക്കാൻ പറ്റുമോ? 5. ഞാൻ പൊട്ടനാ? അല്ല, പൊട്ടനാണ്. നമുക്ക് സ്ട്രിങ് ഉണ്ടാക്കണമെങ്കിൽ ബോയ് ഉണ്ടാക്കണമെങ്കിലാണ് സ്ട്രിങ് വേണ്ടത്. അപ്പം 3 വെച്ച് 5 ആവണം. 3 വെച്ച് 5 ആവണം. മനസ്സിലായോ? 3 വെച്ച് 3 സ്ട്രിങ് വേണം. അത് 1 5 വെച്ച് വേണം. മനസ്സിലായില്ല. ഓക്കെ, ബൈ. നമുക്കിപ്പോൾ എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കട്ടെ. നമുക്ക് ഒരു ഡിസ്പെൻസർ മതി. പിന്നെ ഒബ്സർവർ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് കഷ്ടപ്പാട്. ഡ്രോപ്പറല്ല, ഡിസ്പെൻസർ. ഇനി ബോ ഉണ്ടാക്കട്ടെ. 3 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 3 ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഒരു 3 കൂടി ഉണ്ടാക്കാം. അപ്പോൾ 3 ഉണ്ടാക്കാൻ പറ്റും. വെയിറ്റ് ചെയ്താ നമ്മൾ റെസ്റ്റോറൻറ്റ് പെട്ടി ഇവിടെ പൊളിച്ചും വെക്കണം. റെസ്റ്റോറൻറ്റ് പെട്ടിയിൽ കണ്ണമുണ്ട് അന്നുണ്ടാക്കിയത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഡിസ്പെൻസറൊക്കെ ഉണ്ടാക്കാം. ആദ്യം നമ്മുടെ ഇൻവെർട്ടറി ക്ലീൻ ചെയ്യട്ടെ.
അയ്യോ ഇത് കളയണ്ട അത് കാണാം. ഓക്കെ ഗൈസ്, ഇത്രയും സാധനങ്ങൾ വൈറ്റ് ഇവിടെ വെക്കാം. നമുക്ക് പിന്നെ മാറ്റാം ഗൈസ്. ഓക്കെ, പിന്നെന്ന് പറയേണ്ടത് റെസ്റ്റോറൻറ്റ് ആവശ്യമുണ്ട്. റെസ്റ്റോറൻറ്റ് 5 വേണം. നമ്മൾ വേറൊരു ഫാം ഉണ്ടാകണേ 5. ഓർമ്മ ഓക്കെ, 3 വേണം. ഇതെടുത്ത് നമുക്ക് മറ്റേ റെസ്റ്റോറൻറ്റ് പെട്ടിനകത്ത് വെക്കാം. നമ്മുടെ ഇപ്പോൾ ഓക്കെ 11 നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ട്. 5 വേണ്ടു, കുഴപ്പമില്ല, ഇരിക്കട്ടെ. റെസ്റ്റോറൻറ്റ് അല്ലേ, കുഴപ്പമില്ല. നമുക്കിനി ആദ്യം പിന്നെ നമുക്ക് ഡിസ്പെൻസർ ഫാർമേഴ്സിന് ഈ ഡിസ്പെൻസർ അല്ല ഒബ്സർവർ. ഓക്കെ, നമ്മൾ പെട്ടു. നമുക്ക് നേരെ നെതറിലോട്ട് വിടാം. വെയിറ്റ്, അന്ന് നമ്മൾ പോയപ്പോൾ ഒരു കുറച്ച് ഇത് കിട്ടിയായിരുന്നു. കോഡ്സ് ഇല്ല. ഇങ്ങനെ ലിവർ എടുത്തേ, ലിവർ വാ. എനിക്കെന്നെ കൂടെ ഞാൻ അങ്ങനെ സോർട്ട് ചെയ്ത് പോകും. സോർട്ട് ഒറ്റയ്ക്കാണ്. ഓക്കെ, നമ്മുടെ കോഡ്സൊന്നും തപ്പട്ടെ. നെതർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ സെറ്റിലേക്ക് ഞാൻ വെച്ചേക്കണം. ഇല്ല, കോഡ്സ് കിട്ടി. ഇതിനകത്തിരിപ്പുണ്ട്. ഒരു എത്ര ഉണ്ടാക്കാൻ പറ്റും? ഈ റെസ്റ്റോറൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ 11 റെസ്റ്റോറൻറ്റ് നമുക്ക് എടുക്കാം. ഇതിനും 2 റെസ്റ്റോറൻറ്റ് വെച്ച് വേണം. എവിടെ ഒബ്സർവർ? ഇതെവിടെ? നമുക്ക് വേഗം പോവാം. എനിക്ക് നമുക്ക് എവിടെ ഇവിടെ എവിടെ സെർച്ച് ചെയ്യണമല്ലേ? 7 ഉണ്ടാക്കാം. വേറെ 5 മതി. 5 മതി. ഇപ്പം എല്ലാം ആയി, എല്ലാം പാകത്തിനായി. നമ്മുടെ കുക്കിംഗ് ചാനലാണ് കഴിച്ചത്. പിന്നെന്ന് വേണ്ടത് ഇതൊക്കെ ക്ലക്കറിൻ്റെ വെച്ചാൽ ഇതൊക്കെ ഉണ്ടാകും. എമറാൾഡ് കൊടുക്കും, വാങ്ങും. പിന്നെ അവൻ ലോക്ക് ചെയ്യും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എമറാൾഡ് കൊടുക്കും, വാങ്ങും. നമ്മൾ വൂൾ ഫാം ഉണ്ടാക്കി. പിന്നെ നമ്മുടെ അവിടെ ഇരുന്ന ക്ലോബോസ്റ്റോൺ ഞാൻ പൊട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ക്ലോബോസ്റ്റോൺ ജനറേറ്റർ ഇവിടെ കൊണ്ടുവന്ന് വെച്ച്. പിന്നെ വൂൾ ഫാം ഇതാണ് നമ്മുടെ. പിടിച്ചതിനൊന്നും കാണിച്ചില്ല. പിന്നെ ഇവിടെ വെളിച്ചം വെക്കണം. ഇത്രയും ഇത് വന്ന് കേസ്. പിന്നെ വേറെ ഏതൊരു പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ ഒരു എവിടെ ഇത് എവിടുന്നോ തന്നെ ഈ കുടി ആണ് പ്രശ്നം വന്നത്. വൂൾ ഫാമിൻ്റെ കളിക്കിങ് ഏരിയ വന്നേക്കണം. ആ കുഴി ഇത്തിരി പ്രശ്നമുണ്ട്. എനിക്കെന്താ അടിക്കാറ്റതേ? സ്റ്റാമ്പ് എന്തെങ്കിലും പറ്റില്ല. ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഫാക്ടറി ഐലൻഡ് കുറച്ച് ഇതൊക്കെയാണല്ലോ എന്നുവെച്ചാൽ ഇൻഡ്യസ് ഏരിയ ആയതുകൊണ്ട് ലോഗോ ഒക്കെ അവരുടെയൊക്കെ ലോഗോ വെക്കും. ചിലവർ വെക്കും, ചിലവർ വെക്കൂല. നമുക്ക് നേരെ പുറത്തേക്ക് പോട്ടെ. ഈ നമ്മൾ പുറത്തേക്ക് കൊണ്ട് പറക്കണേ വണ്ടി കൊണ്ട്. ഞാൻ അപ്പത്തോട്ടുള്ള പോസ്റ്റിൽ പോയിട്ട് കുറച്ച് എണ്ണത്തുമാരെ കൊന്ന്. അപ്പം എനിക്ക് ഇത്രയും ബാനർ കിട്ടി. പിന്നെ നമ്മളെ ഒമിനിയസ് ബോട്ടിലിവിടെ മിനിമം ഒരു 16 ഒമിനിയസ് ബോട്ടിലും കിട്ടിയിട്ടുണ്ടാവും. ഇത് ഞാൻ എത്ര മണിക്ക് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞേ ഇതൊന്നും ഇങ്ങനെ ഇരിക്കണേ, പൊങ്ങിയിരിക്കണേ, ദൈവറ്റി പൊങ്ങിയിരിക്കണേ. അത് മാത്രം ഇത് ഇപ്പം ഞാൻ സോഡ് എൻ്റെ ഇത് കാണണണ്ട. അത് അവിടെ എന്തോ പൊങ്ങിയിരിക്കണം, അത് മാറ്റണം. പിന്നെന്ന് പറയുമ്പോൾ
വൂൾ ഫാം ഉണ്ടാക്കി. പിന്നെ നമ്മുടെ കോബ്രസ്റ്റോൺ ജനറേറ്റർ ഇങ്ങോട്ട് കത്തി. ഫാർം ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്ന ഏരിയയാണല്ലോ. നമുക്ക് അടുത്തത് നമുക്കൊരു ബസാൾട്ട് ജനറേറ്റർ കണ്ടുപിടിക്കണം. ബസാൾട്ട് ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഐസ് എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് കെൽപ്പ് ഫാം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കെൽപ്പ് കളക്ട് ചെയ്താലേ ഇപ്പോൾ പറ്റും. വെയിറ്റ് ഫുഡില്ല. ഫുഡ് നമുക്ക് തിന്നാം. നമ്മളാ മറ്റേ വില്ലേജർ ബിൽഡിങ്ങും ആക്കിയിട്ട് നമുക്കൊരു വില്ലേജറെ കൊണ്ട് ഗോൾഡൊക്കെ ആയിട്ട് പിന്നെ വില്ലേജറെ കൊണ്ട് കുറച്ച് ഗോൾഡൊക്കെ ആയിട്ട് വാങ്ങണം. നമുക്ക് നേരെ ആ കൽപ്പ് വെക്കണ സ്ഥലത്തേക്കോ. ഇവിടെ ഒരു മോണിമെൻ്റ് ഒന്നും കണ്ടില്ല കേട്ടോ. ഓക്കെ, ഇതേ ഇവിടെ ഒരു കെൽപ്പ് ഫാം ഇരിപ്പുണ്ട്. കെൽപ്പ് ഇരിപ്പുണ്ട്. ഫാമാ കെൽപ്പ് കിട്ടാൻ അത് നല്ല ശീലമാണ് തോന്നുന്നു. ഓക്കെ, ഞാൻ പോയി വെട്ടിയിട്ടില്ല. കടിയിൽ പൊട്ടിച്ചതി അങ്ങോട്ട് പോയിക്കോളും. ഈ കടി പൊട്ടിക്കുക. വോയിസ് ഫുഡ് ഓട്ടോ. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടല്ല. ഇത് കളക്ട് ചെയ്യാം. മിക്കവാറും തന്നെ ഒരു സ്റ്റാക്കിൽ കൂടുതൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫാം ഞാൻ എല്ലാ സാധനങ്ങളും വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഞാൻ വീട്ടിൽ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പാടാ. ഇത്രയും ഓക്കെ. എവിടെ കൊല്ലേ ബോട്ട് അവിടെയാണ്. ഹാട്ടില്ല. നമ്മ അവിടെ നിന്ന് പോയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ബോട്ടിൽ വെച്ച് തന്നെ ഇട്ട് കൊടുത്താലോ. വെയിറ്റ്. ഓക്കെ ഗൈസ്, അയ്യോ ഓക്കെ ഗൈസ്, ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓക്കെ ബൈ.